ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. കപ്പ കൊണ്ടുള്ളൊരു ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഈ ബീഫ് വേകുന്ന സമയത്ത് നമുക്ക് ഈ കപ്പ ബിരിയാണിക്ക് വേണ്ടിയുള്ള കപ്പയൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ കപ്പ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായി കഴുകി വാരി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വേവി ചൂറ്റിയെടുത്ത ഈ കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കപ്പ ബിരിയാണിയുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. സവാള ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരും അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലർ ഇതിൽ തേങ്ങയൊക്കെ അരച്ച് ചേർക്കാറുണ്ട്. ഞാൻ ചേർത്തിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. ക്രിസ്മസ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റ് ടു ഗെയിൻസ്.